ഹായ് ഗായ്സ്, എക്സാമൊക്കെ വല്ലാണ്ട് എടുത്തപ്പോഴാണ് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നത്. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷനൊക്കെ മാറ്റി വെച്ച് ഇന്ന് ഒരു ഓവർനൈറ്റ് പുള്ളിയാന്ന് വിചാരിച്ചു. എല്ലാ എസ്തെറ്റിക് സ്റ്റഡി വ്ളോഗ്സിലും കാണുന്ന പോലെ പെൻ സെറ്റ് ചെയ്യുക, കോഫി ഒഴിക്കുക ഒന്നും ഇവിടെ ഇല്ല. കാരണം ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചേ പറ്റുമോ എന്നുള്ള ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ ഓടി വന്ന് പഠിക്കാനിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിക്കാനൊന്നും എണീച്ചിട്ടില്ല. ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഫുഡ് കഴിക്കാനൊന്നും ഇടയിൽ എണീച്ചിട്ടില്ല. എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ ഇംഗ്ലീഷ് നോട്ട് എടുത്തിട്ടുണ്ട്. നോട്ടിൻ്റെ ഒക്കെ വൃത്തി കണ്ടതൊന്നും ഞാൻ എഴുതി പഠിക്കുമ്പോഴും ഇതേ വൃത്തിയിൽ എഴുതി പഠിക്കുന്നതല്ല കേട്ടോ. എഴുതി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. ഞാൻ പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് എഴുതി പഠിക്കാറ്. വാഷ്റൂമിലൊക്കെ പോയി ബുക്കൊക്കെ സെറ്റ് ചെയ്തൊരു 12-15 ആയപ്പോൾ ഞാൻ പഠിക്കാനിരുന്നു. ഒരുപാട് എഴുതി പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എനിക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ലാസ്റ്റ് ടൈം റിവൈസ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ഷോർട്ട് നോട്ട് എന്തായാലും വേണം. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് എടുത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഒന്ന് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് നേരം ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ പൊമോഡോറോ ടൈമർ യൂസ് ചെയ്യൽ. ഞാൻ അടുത്തൊരു പൊമോഡോറോ ഓണാക്കി വെച്ച് 25 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പും 5 മിനിറ്റ് റെസ്റ്റും ആയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആയിപ്പോവും. നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുകയും ഇനി ഫെർദർ മുന്നോട്ട് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ടയർഡായിപ്പോവും. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് പഠിച്ച് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് 25 മിനിറ്റ്സ് പഠിച്ച് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇന്നത്തെ ദിവസം അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എക്സാം എടുത്ത കാരണമായിരിക്കും ഇത്രയും ദിവസം ഇരുന്നിട്ട് 5 മിനിറ്റ്സ് പോലും എനിക്ക് അടുപ്പിച്ച് പഠിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഡേയ്സ് മൊത്തം കളഞ്ഞു. ഇനി ആകെ 10-15 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. 10-15 ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ദിവസമുള്ള മാതിരി ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നും പഠിക്കാത്ത കാരണം കൊണ്ട് എല്ലാ സബ്ബിലും എല്ലാ മൊഡ്യൂളും പെൻഡിങ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ടൈം ഇനി ബാക്കിയില്ല. ഒരു 1.5 മണിക്കൂർ ഇരുന്ന് പഠിച്ച് 1:30 ആയപ്പോഴാണ് ഞാൻ എണീച്ചത്. അപ്പോൾ ദേ ഇവൻ അവിടെ ഭയങ്കര ഉറക്കമായിരുന്നു. കുറച്ച് നേരം സ്ട്രെച്ചൊക്കെ ചെയ്ത് ഒന്ന് എണീച്ച് നടന്ന് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഭയങ്കര ചില്ലായിട്ട് അങ്ങനെ ഇരുന്നു. കാരണം ഒരുപാട് നേരം ഇരുന്ന് പഠിച്ച് എൻ്റെ ഒരു മടുപ്പൊന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ജസ്റ്റ് പിൻട്രസ്റ്റൊക്കെ ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. ഇതെൻ്റെ ഡെസ്ക് ബഡിയാണ് കേട്ടോ. പേര് ഞാൻ ഇട്ടിട്ടുള്ളത് ഓക്സിജൻ എന്നാണ്. അപ്പോൾ ഓക്സിജന് ഒരു പുതിയ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഡെസ്കുമ്പോൾ എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. ഇത് എൻ്റെ 2ാമത്തെ ഫ്രണ്ടാണ്. ഞാൻ എവിടെയാണുള്ളത് അവിടെ രാത്രി ഉണ്ടാവും. ഉറങ്ങുകയാണെങ്കിലും അപ്പുറത്ത് ജസ്റ്റ് വന്ന് കിടന്ന് ഉറങ്ങിക്കോളും. ആളെ വലിയ ശല്യമൊന്നുമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും 2ാമത്തെ സെഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ഇരുന്നു. 2ാമത്തെ സെഷനിൽ ഞാൻ ഓൾറെഡി പഠിച്ച് വെച്ച ആ ഷോർട്ട് നോട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്തു. ഹൈലൈറ്റ് ചെയ്യാനുള്ള പോർഷൻസ് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് വായിക്കുകയായിരുന്നു. വ്ളോഗിൽ കാണുമ്പോൾ ഇത് ജസ്റ്റ് 6 മിനിറ്റ് 7 മിനിറ്റുള്ളൊരു വ്ളോഗായിരിക്കും. പക്ഷേ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ച് 6 മണിക്കൂറോളമുള്ള വ്ളോഗാണ് ടൈം ലാപ്സ് ചെയ്ത് ഇങ്ങനെ ഷോർട്ടായിട്ട് ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോന്ന് തോന്നുമായിരിക്കും. കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയത് ഒന്ന് റിവൈസ് ചെയ്തു. ഇടയിൽ ഫസ്റ്റത്തെ 2 പേജസ് മാത്രം. പിന്നെയാണ് 3ാമത്തെ പേജ് എഴുതാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. 2ാമത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ഒരു 3:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണും ഡെഡായി. ChatGPT ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പൊമോഡോറോ വെച്ചിട്ടുണ്ടായിരുന്ന ടാബ് എടുത്ത് അതിൽ സെർച്ച് ചെയ്തിട്ട് പിന്നെ അങ്ങനെ പഠിച്ചു തുടങ്ങി. ക്ലോക്കിൽ ടൈം നോക്കി 25 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചു തുടങ്ങി.
ഇതുപോലെ ഇത്രയും എഫിഷ്യൻസിയിൽ മുന്നേ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് എക്സാം പോയി എഴുതിയിട്ട് വരായിരുന്നു. പക്ഷേ എൻ്റെ പ്രോക്രാസ്റ്റിനേഷൻ കാരണം നാളെ ആവട്ടെ വിചാരിച്ച് നാളെ ഒന്നും വന്നില്ല. ഇപ്പോൾ ഒരു 10-15 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഞാൻ റഷ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ കുറച്ച് മുന്നേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അങ്ങനെ ഒന്നുകൂടെ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്ത് ടു ഡു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിലൊരു 4-5 കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു എണ്ണം മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞതെന്ന്. ഒരു 6 മണിയായി. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയ കാരണം ഞാൻ പഠിപ്പ് അവിടെ നിർത്തി. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. നല്ല ടയേർഡായ കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കഴിച്ചതും ഡോസ്റ്റ് ഓഫ് ആയ മാതിരി ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റഡി വ്ലോഗായിട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.